ഒടുക്കം വാർത്തയായപ്പോൾ പോലീസ് ഉണർന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഫോൺ പിടികൂടിയ സംഭവത്തിൽ ഇടപെട്ട് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പൂജപ്പുര പോലീസ് ജയിലിലെത്തി ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഫോൺ പിടികൂടിയ വിവരം സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും പോലീസ് ഓരോ നടപടിയും എടുത്തിരുന്നില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. 24 ഇംപാക്ട്. ഈ മാസം 7-നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ പിടികൂടിയത്. ഉടൻ പോലീസിനെ വിവരമറിയിച്ചെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൂജപ്പുര പോലീസ് നടപടിയെടുത്തിരുന്നില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഇടപെട്ടു. തുടർന്ന് ഫോൺ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ CDR ശേഖരിക്കുന്നതിനായി പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ജയിലിനുള്ളിലെ ഹോമിയോ ആശുപത്രിയിൽ മരുന്നുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജയിലധികൃതർ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ആശുപത്രിയിലെ സ്റ്റോറിൽ നിന്ന് കണ്ടെത്തുന്നത്. പോത്തൻകോട് റെജി കൊലക്കേസിലെ പ്രതിയും CPIM പ്രവർത്തകനുമായ വിനീത്, ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതിയും SDPI പ്രവർത്തകനുമായ മുഹമ്മദ് അസ്ലം എന്നിവരാണ് സ്റ്റോറിൽ ജോലി നോക്കുന്നത്. ഇവർ രഹസ്യമായി ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നാണ് വിവരം. രണ്ടുപേരെയും പൂജപ്പുര പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ശ്രീധർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.